ന്ന് വന്നിട്ട് കാണാൻ മനസ്സിലാവും ഈ ഒരു ഏരിയ ഒരു നീല കളറും ഈ ഒരു ഏരിയ കറുപ്പായിരിക്കും. സംഭവം നോക്കുമ്പോഴത്തേക്കും ഒരു ഡൊമിനോയുടെ ട്രാൻസ്പറൻറ്റ് ക്വിക്ക് ത്രോ. നമ്മുടെ ഫ്രണ്ടിലത്തെ ഫുൾ ലൈറ്റിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നതാണ്. താഴത്ത് നമ്മുടെ പോലീസ് സ്കോപ്പ് ലാമ്പ് ഉണ്ട്. സോ ഹേ ഗൈസ്, ഇറ്റ്സ് മീ ശിവ. യു ആർ വാച്ചിങ് ടെക് ആൻഡ് വ്ലോഗ് മലയാളം യൂട്യൂബ് ചാനൽ. ഇവരോട് എല്ലാവർക്കും സാധാരണ ഗൈസ് ഒത്തിരി നാൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുന്നൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഈ സ്പ്ലെൻഡർ പണിയാൻ തുടങ്ങിയമാര് തുടങ്ങിക്കുന്ന എപ്പോൾ തീരും എപ്പോൾ സെറ്റാവുന്നു. സോ ഫൈനലി നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നമ്മുടെ മുന്നിൽ പക്ക പെർഫെക്റ്റായിട്ട് വണ്ടി നിൽപ്പുണ്ട്. എന്നാ പറയണ്ടേ, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓരോ സാധനത്തിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇപ്പം ഇത് ചെയ്തേക്കുന്ന ഓരോ വർക്കിൻ്റെയും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. ഇപ്പം ഈ ഹെഡിൻ്റെ കേസാണല്ലോ ശരി, ഇൻഡിക്കേറ്ററിൻ്റെ കേസാണല്ലോ ശരി, ഹാൻഡിൽ ബാറാണല്ലോ ശരി, ടോട്ടലാണല്ലോ എല്ലാത്തിനും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോകാം. സോ ഗൈസ്, അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി മോഡിഫൈഡ് സ്പ്ലെൻഡറാണ്. സംഭവം എന്ന് പറയുന്നത് നമ്മൾ A to Z പെയിൻറ്റിങ് ഉൾപ്പെടെ ഫുൾ ഡിസ്ക് ഒഴിച്ച് ബാക്കി എല്ലാ ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഡിസ്ക് കൂടെ മാത്രമേ ഉള്ളൊരു കുറവ്. അത് എല്ലാവരും പറയുമായിരിക്കും, എനിക്കറിയാം. അത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ബഡ്ജറ്റിൽ ചെറിയൊരു ഷോർട്ട് ലോണാണ് നമ്മൾ ഡിസ്ക് ചെയ്യാത്തത്. സോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെയിൻറ്റിങ്ങും സ്റ്റിക്കർ വർക്കുമാണ്. പെയിൻറ്റിങ് സ്റ്റിക്കർ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് മെറ്റാലിക് പെയിൻറ്റിംഗ് ആണ്. വെയിലില്ല, അല്ലെങ്കിൽ കാണിച്ചു തരാം. വരുന്ന വെയിലിന് വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയത്, പക്ഷേ അപ്പോഴത്തേക്കും വെയിൽ പോയി. അപ്പോൾ ഞാൻ സൈഡിൽ വരുന്ന ഒരു ക്ലിപ്പും എല്ലാം ആഡ് ചെയ്യാം ഇതിൻ്റെ മെറ്റാലിക് ഫിനിഷിങ് എങ്ങനെയാണുള്ളത്. നിർത്തിയേക്കെന്ന് വന്നിട്ട് കാണാൻ മനസ്സിലാവും ഈ ഒരു ഏരിയ ഒരു നീല കളറും ഈ ഒരു ഏരിയ കറുപ്പായിരിക്കും. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ ക്രിസ്റ്റലിൻ്റെ വർക്കിംഗ് എന്നാന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കറക്റ്റ് പകുതി വെയിലത്ത് നിർത്തിയേക്കുന്ന. വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പക്കാ പ്യുവർ ബ്ലൂ കളറാവും. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് എനിക്ക് കാണാം, നല്ല നീറ്റായിട്ട് കാണാം. ബട്ട് വെയിലത്തുനിന്ന് മാറ്റി കഴിഞ്ഞാൽ വണ്ടി കറുത്ത കളറാവും. അതാണ് ഈ പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത. പെയിൻറ്റ് പ്രത്യേകമൊന്നുമല്ല, ഇത് സാധാരണ ഒരു പെയിൻറ്റ് തന്നെയാണ്, അങ്ങനെ വലിയ പ്രത്യേകതയുള്ള പെയിൻറ്റൊന്നും അല്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കറുത്ത വണ്ടിയായിട്ടിരിക്കുവാണെങ്കിലും വെയിലുള്ളിടത്തോട്ട് വെക്കുമ്പോഴത്തേക്കും ഇതിനൊരു ബ്ലൂ ഷെയ്ഡ് കയറി വരും. വണ്ടി ഒരു നീല കളറായിട്ട് മാറും. ഒരു ഡാർക്ക് ബ്ലൂ, ഒരു മിഡ് നൈറ്റ് ബ്ലൂ ലെവലിലോട്ട് വരും. സംഭവം എന്ന് പറയുന്നത് ഈ പെയിൻറ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റിന് വരുന്ന മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നൊരു പെയിൻറ്റിൻ്റെ ഇച്ചൂടെ ഒരു മാറ്റിയൊരു വെർഷനാണ്. സോ അതാണ് സംഭവം എന്ന് പറയുന്നത്. വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ ഇതാണ്. പിന്നെ സ്റ്റിക്കർ എന്ന് പറയുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഫുൾ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടല്ലോ ഫുൾ കവർ ചെയ്ത് വരുന്ന രീതിക്കാണ് നമ്മൾ സ്റ്റിക്കർ ചെയ്തേക്കുന്നത് പറയുന്നത്. വണ്ടിക്ക് പക്കയായിട്ട് മാച്ച് ആവുന്നതിന് നല്ല കുറേ അഭിപ്രായങ്ങൾ കിട്ടി. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഷോപ്പിൽ വന്നവരാണ്, സ്റ്റിക്കർ ഷോപ്പിൽ വന്നവരാണല്ലോ, നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഹീറോ ഹോണ്ട നാടിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഹീറോ ഹോണ്ട, അതുപോലെ ഇപ്പറേ നമ്മൾ ആടിയിട്ടുണ്ട്. അപ്പം കണ്ടപ്പോൾ ഓരോ ലുക്ക് എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ ലുക്ക് വരുന്ന നമ്മുടെ ഹാൻഡിൽ ബാർ ഗ്രിപ്പാണ്. ഇത് നമ്മുടെ മോട്ടറേഷനാണ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. സ്പൈഡർ ഗ്രിപ്പ് എന്ന് പറയും. ബ്ലാക്ക് വണ്ടിയുടെ കോമ്പിനേഷൻ മാച്ച് ആണ് രീതിക്ക് ബ്ലാക്കും റെഡും കൂടെ വരുന്ന രീതിക്കാണ് അത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ഇതിനകത്ത് ആടിയിരിക്കുന്ന പാർട്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാർട്സ് എല്ലാം പറഞ്ഞുകൊണ്ടൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് എടുത്ത് കാണുവാണെങ്കിൽ ഇച്ചിരി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രാ ലെങ്ത് ഫോർക്ക് ബൂട്ടാണ്. ഈ ഫോർക്ക് ബൂട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്ക് എടുത്ത് കണ്ടാൽ മതി. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ LED ഹെഡ്ലൈറ്റ് ആണ്. ഇത് കത്തുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുന്ന വിശേഷം ഇത് വെക്കുന്ന വീഡിയോ നമ്മുടെ ചാനലുണ്ട്. സോ ഇത് കത്തിക്കുന്ന വീഡിയോ ഞാൻ വേണം ഫയൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. സോ ഗൈസ് കണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മിന്നുന്നില്ല കേട്ടോ, നമ്മുടെ ക്യാമറയുടെ ഇത് കാരണമാണ് അത് മിന്നിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലത്തെ ഫുൾ ലൈറ്റിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നതാണ്. താഴത്ത് നമ്മുടെ പോലീസ് സ്കോപ്പ് ലാമ്പ് ഉണ്ട്. ആൻഡ് മേളിൽ ഈ നമ്മുടെ LED ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രിമ്മും ബ്രൈറ്റും ഉണ്ട്, കാണിച്ചു തരാം. കണ്ടല്ലോ, എത്രത്തോളം കാണാമെന്നുള്ളത് അറിയത്തില്ല. ഡ്രിമ്മും ബ്രൈറ്റും സംഭവം, ഇത് ബ്രൈറ്റും ഇത് രണ്ടും ഡ്രിമ്മുമാണ്. താഴത്തെ നമ്മുടെ പാർക്ക് ലൈമ്പ് വരും. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് രണ്ടെണ്ണം നീറ്റായിട്ട് കറക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ വരുന്നതെന്ന് പറയുന്നത് മേലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മീറ്ററിൻ്റെ കേസ് ഞാൻ കാണിച്ചു തരാം. മീറ്ററിൽ കണ്ടല്ലോ
ഒരു ബ്ലൂ ഇവിടെ അതിന് ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റം മീറ്ററാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, മീറ്ററിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഇതിനകത്ത് സെക്ഷൻ മൊത്തം എടുത്ത് കളഞ്ഞിട്ട് വെറുതെ ഒരു പുതിയൊരു മീറ്റർ മേടിച്ച സമയം കളയുന്നത് നൈസായിട്ട് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ മേളിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഷോർട്ട് ബാർ ഹാൻഡിൽ നമ്മുടെ മോട്ടറാഷിൽ നിന്നുള്ള പ്രോഡക്റ്റ്. ഇതിനകത്ത് ഇപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മൾ മോട്ടറാഷിൽ നിന്നും ഫിനിക്സിൽ നിന്നും ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബാർ വരുമ്പോഴത്തേക്കും വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട് വരുമ്പോൾ മനസ്സിലാവും, ഒരു RPM മീറ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. RPM മീറ്ററും നമ്മുടെ മോട്ടറാഷിൽ നിന്നുള്ളതാണ്. ഇത് പെർഫെക്റ്റ് വർക്കിംഗ് ആണ് കേട്ടല്ലോ. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് കാണുന്നതായിട്ട് നമ്മുടെ സീരിയസ് സ്പ്രിങ്, ഫീനിക്സ് വണ്ടിക്ക് വരുന്ന സീരിയസ് സ്പ്രിങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് എന്നാ പറയുക, ഇച്ചിരി പൊക്കവും നല്ല ബാലൻസിങ് ആയിരിക്കും, വണ്ടിക്ക് ഒരു ഷേപ്പ് കിട്ടും. ഫ്രണ്ട് നമ്മൾ 2 ഇഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ ഹൈറ്റിനിട്ടിട്ടാണ് ഹൈറ്റ് ചെയ്തേക്കുന്നത് പറയുന്നത്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഹൈറ്റിനിട്ട് സെയിലുണ്ടോ, എവിടെ കിട്ടുന്നത്, എന്നെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ആൻഡ് താഴോട്ട് വരുമ്പോഴത്തേക്കും RX-Z ക്രാഷ് ഗാർഡും അണ്ടർ വലിയും എല്ലാവരും ചോദിക്കുന്നതാണ്, ഇത് വെക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യാവോ എന്ന്. നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഉടനെ തന്നെ. ആൻഡ് പുറകോട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു 16 ഇഞ്ച് റിം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടയർ, റോയൽ ബ്രാൻഡിൻ്റെ മറ്റേ ഇമ്പൾസിന് വരുന്ന സ്റ്റോക്ക് ടയർ ഉണ്ടല്ലോ 16 ഇഞ്ച്, അതാണ് സാധനം എന്ന് പറയുന്നത്. നല്ല എന്താ പറയണ്ടത് വീതിയാണ് സാധനം, നല്ല വീതിയാണ് സാധനം കാണാനായിട്ട്, നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലാവും. പിന്നെ നമ്മുടെ അട്രാക്ഷനാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഷോഗണിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് പറയുന്നത്. വണ്ടിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ ഈ വണ്ടി സെറ്റ് ചെയ്യുന്നുള്ളതിനൊരു പെർഫെക്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ അത് കണ്ടിട്ടില്ലാത്തവരെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്താൽ ഏകദേശം നമുക്ക് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. കാരണം അതിനകത്ത് പെയിൻറ്റിങ്ങിനൊക്കെ അതിൻ്റെ ഫിനിഷിംഗ് അത് നല്ല ക്ലീൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ അതാണ് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ കുറേ മെക്കാനിക്കൽ വർക്ക്സ് ഉണ്ടായിരുന്നു. അത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ മെക്കാനിക്കൽ വർക്ക്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഫുൾ പെയിൻറ്റിങ് അല്ലാതെ തന്നെ നമുക്ക് ടാങ്കിൻ്റെ അടിയിൽ ലീക്ക് ഒട്ടിക്കുന്ന പരിപാടി, അങ്ങനെ കുറച്ച് പരിപാടീസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ലേറ്റായി പോയത് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഫുൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്പെയർസ് മാത്രം നമ്മൾ ഏകദേശം ഒരു 15 രൂപ അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ. പിന്നെ അതുപോലെയാണ് നമുക്ക് ബോഡി തന്നെ സൈഡ് കവറും സാധനങ്ങളും തന്നെ എടുത്ത്, അപ്പോൾ അതിൻ്റെതായ വില വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ടാങ്കിന് മാച്ച് ചെയ്യുന്ന പോലെ സൈഡ് കവറിൽ അടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ക്ലിയർ കോട്ട് അടിച്ച് സ്റ്റിക്കർ അടിച്ച ശേഷം വീണ്ടും രണ്ടാമൊരു ക്ലിയർ കോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പെയിൻറ്റിങ് വന്നേക്കുന്നത് പറഞ്ഞു. സോ അത് പക്ക ഫിനിഷിംഗ് ആയിരിക്കും. പിന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു ഈ സ്റ്റിക്കറിന് ഇനിയും വേറെ ഒരു ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഇല്ല, അവിടെ ആഡ് ചെയ്യുന്നില്ല. കാരണം ഓവർ സ്റ്റിക്കർ വർക്ക് ആയാലും സ്പ്ലെൻഡറിനൊരു ലുക്ക് കാണത്തില്ല. സോ ഇതിപ്പോൾ ഓക്കെയാണ്, വണ്ടി ഡീസൻ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിർത്തിയേക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് വണ്ടിയിലോട്ട് കയറിയിരിക്കാം. വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വരുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. കണ്ടല്ലോ, നിങ്ങൾക്ക് വരുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നല്ലൊരു പൊളി വ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹാൻഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഡൊമിനോയുടെ ട്രാൻസ്പറൻറ്റ് ക്വിക്ക് ത്രോട്ടിൽ. എല്ലാവരും ചോദിച്ചത് മോറിനല്ലേന്ന് ചോദിച്ചായിരുന്നു. ഇത് മോറിനല്ല, ഡൊമിനോ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന സാധനമാണ് ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ള ക്വിക്ക് ത്രോട്ടിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ RPM മീറ്റർ വരും. അതിന് നമ്മുടെ ഇസഡിൻ്റെ മിറർ. ഈ സംഭവം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ലുക്കുമാണ്, അതുപോലെ പക്ക വർക്കിങ്ങുമാണ്. നല്ലപോലെ ബാക്കിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ സ്വിച്ച് സെറ്റും കാര്യങ്ങളൊക്കെ സ്പ്ലെൻഡറിൻ്റെ തന്നെയാണ് ചെയ്തേക്കുന്നത് പറയുന്നത്. ബ്രേക്ക്, ക്ലച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 2 സ്വിച്ച് കാണാം. ഒന്നെന്ന് പറയുന്നത് 4 ഇൻഡിക്കേറ്ററും, ഒന്ന് നമ്മുടെ എന്നാ പറയണ്ടേ പോലീസിന് മറ്റേ നമ്മുടെ ഫ്രണ്ടിലത്തെ പ്രൊജക്ട് ഹെഡ്ലൈറ്റിനകത്ത് കോപ്പ് സ്റ്റാമ്പ് വരുന്നില്ലേ, അതിനോട് ചേർത്തിട്ടുള്ള 2 സ്വിച്ചസാണ് നമ്മൾ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ മേളിലത്തെ അടപ്പിൽ കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് ചുമ്മാ കൊടുത്തന്നേ ഉള്ളൂ, സംഭവം വേറെ നല്ലത്. എപ്പോഴും പെട്രോളും കാര്യങ്ങളൊക്കെ വീഴുന്ന സ്ഥലമായതുകൊണ്ട് സീനൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് കൊടുത്തന്നേ ഉള്ളൂ. സോ അതാണ് ഐറ്റം എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. സോ ഇത് ഇച്ചിരി ഫാസ്റ്റായി പോയെന്ന് അറിയാം റിവ്യൂ, വേറെ ഒന്നും കൊണ്ടല്ല. മഴ പെയ്യാൻ തുടങ്ങി, പോരാഞ്ഞിട്ട് പ്രോജക്റ്റ് ഇച്ചിരി ലേറ്റായ പ്രോജക്റ്റ് ആയതുകൊണ്ട് കൊടുക്കാൻ സമയമായി. ഇത് നമ്മൾ വണ്ടി കൊടുക്കുകയാണ്. അതിന് മുന്നേ പട്ടേന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്നത്തെ റിവ്യൂ എടുത്തതെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു മെയിൻ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുന്നിട്ടൊരു തെറ്റുമില്ല എന്ന് വെച്ച് തെറി വിളിക്കാനോ ഇല്ലെങ്കിൽ വണ്ടിയുടെ ഓണർക്ക് മനസ്സ് വിഷമിക്കുന്ന രീതിയിലുള്ള ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ ഒഴിവാക്കുക മാക്സിമം. കാരണം നമ്മൾ നമ്മുടെ റെപ്യൂട്ടേഷൻ കളയരുത്, അത്രേ പറയത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ ഓണർക്ക് ഇഷ്ടപ്പെട്ട പോലെ വണ്ടി പണിയത്തുള്ളൂ. എൻ്റെ വണ്ടിയുടെ ഓണർക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞാൻ വണ്ടി പണിയത്തുള്ളൂ. ഈ കമൻറ്റ് ഇടുന്നവർ ഓരോന്നിന് പറയുന്നത് പക്ഷേ ഞാനൊന്നും ഒഴിവാക്കത്തില്ല. സോ ഇതാണ് എൻ്റെ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഒത്തിരി പേര് ഇൻസ്റ്റയായിട്ടപ്പം ചോദിച്ചായിരുന്നു എന്താ ബ്രോ ഇത്ര ഡിലേ ആകുന്ന കാര്യങ്ങൾ. എനിക്ക് സർജറിക്ക് ശേഷം മുന്നത്തെ പോലെ ഞാൻ പറഞ്ഞു തരുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഫാസ്റ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിൻ്റേതായ ഡിലേ ആണ് വർക്ക്സിൽ വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ പഴയ പോലെ വീണ്ടും നമ്മൾ തിരിച്ചു വരും. നമ്മൾ കുറേ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഗ്യാരേജ് സെറ്റ് ചെയ്യുന്നതിന് അപ്ഡേറ്റ് വരുന്നു. നമ്മുടെ ടീമിൻ്റെ പുതിയ ലോഗോ വരുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പുതിയ ലോഗോ, പുതിയ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ് കുറേ പ്ലാൻസ് നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ഭാവിയിലോട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഫിനിഷിങ് എന്നാന്നുള്ളത് കാണാം. നമ്മളെ ഇതേപോലെ ടാങ്കിൽ കാണാം. ഇത് നല്ലപോലെ നോക്കുകയാണെങ്കിൽ കണ്ടല്ലോ, നല്ല ക്ലീൻ ടാങ്കാണ്, നല്ല ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. ആൻഡ് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും മാസ്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, പെർഫെക്റ്റാണ്. നമ്മൾ നല്ല ക്ലീനായിട്ട് കാണാം. മിറർ ഫിനിഷ് പോലെ. അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ആ വെള്ളം കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. സോ അതാണ് ഗൈസ്. അപ്പം
കണ്ടല്ലോ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടല്ലോ. പിന്നെ അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. പിന്നെ മേളിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്. സോ ഗൈസ്, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം കമൻറ്റ് ചെയ്യുക. വെൽ ഇറ്റ്സ് മീ ശിവ സൈനിങ് ഓഫ് ഫ്രം ടെക് ആൻഡ് ലോ മലയാളി.